അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നുമായി പരിശുദ്ധ ഭൂമിയിലെത്തിയ ലക്ഷക്കണക്കിന് ഹാജിമാർ ഹജ്ജിൻ്റെ ഏറ്റവും പരമപ്രധാനമായ അറഫാ സംഗമമെല്ലാം കഴിഞ്ഞ് മറ്റു കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. റഹ്മാനായ റബ്ബ് എല്ലാവരിൽ നിന്നും ഈ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജിന് അവസരം ലഭിച്ചിട്ടില്ലാത്തവർക്കെല്ലാം വരും വർഷങ്ങളിൽ അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹജ്ജിനുള്ള വലിയ ആഗ്രഹവും നിരന്തരമായ പ്രാർത്ഥനയും പരിശ്രമവും സത്യവിശ്വാസികളെയെല്ലാം ആ പടച്ചറബിൻ്റെ വിളിക്കുത്തരം നൽകുവാൻ പ്രാപ്തരാക്കും എന്നു തന്നെയാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു പറഞ്ഞല്ലോ, ഫൈദാ ഫറഗത ഫൻസുബ് വഇലാ റബ്ബിക ഫറഗ്. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക, നിൻ്റെ രക്ഷിതാവിലേക്ക് നിൻ്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാസപ്പിറയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് അറഫാ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന മലയാളക്കരയിലുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് നാളെയാണ് നമ്മുടെ ബലിപെരുന്നാൾ. ഈ അവസരത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സുന്നത്താക്കപ്പെട്ടിട്ടുള്ള ഏതാനും കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ് മുസല്ലയിൽ വെച്ചിട്ടാണ് അവിടുത്തെ നമസ്കാരം ഈദിൻ്റെ സന്ദർഭത്തിൽ നിർവഹിച്ചിരുന്നത്. ഈദ് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് നന്നായി കുളിച്ച് വൃത്തിയാകുക എന്നുള്ളത് പ്രത്യേകമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സുന്നത്താണ്. അതുതന്നെ ജനാബത്തിന് കുളിക്കുന്നത് പോലെ പൂർണ്ണമായ സുന്നത്തനുസരിച്ച് കുളിക്കാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിപെരുന്നാളിന് ഈദ് മുസല്ലയിലേക്കും ഒന്നും കഴിക്കാതെയാണ് പോയിരുന്നത് എന്നും അതിനുശേഷമാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എന്നൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ നേർവഴിയിലൂടെ നമ്മൾ ശ്രവിച്ച പ്രത്യേകമായ തക്ബീറിൻ്റെ സന്ദർഭത്തിലേക്ക് നമ്മൾ അറഫാ ദിവസമായതോടുകൂടി പ്രവേശിച്ചിരിക്കുകയാണ്. അറഫാ ദിവസത്തിൻ്റെ സുബഹി മുതൽ ഇന്നത്തെ സുബഹി മുതൽ അയ്യാമുത്ത ശരീഖിൻ്റെ അസ്ർ വരെ നിർബന്ധ നമസ്കാരങ്ങളോടനുബന്ധിച്ചും അതല്ലാതെയുമൊക്കെ തക്ബീറുകൾ അധികരിപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. സലഫ് സ്വാലിഹുകൾ ഇതിലെല്ലാം വലിയ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പെരുന്നാളിൻ്റെ സുദിനത്തിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, നമ്മളിൽ നിന്ന് രണ്ട് കൂട്ടരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ആശംസാവാചകങ്ങൾ പരസ്പരം പറയലും ഹലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടതായിക്കൊണ്ട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മുടെ അടുക്കലുള്ളതിൽ വെച്ച് ഭംഗിയുള്ള വസ്ത്രം ധരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ എപ്പോഴാണെങ്കിലും അത് പെരുന്നാളിൻ്റെ സന്ദർഭത്തിലും അതല്ലാത്ത സന്ദർഭത്തിലൊക്കെ അത് ഇസ്ലാമികമല്ലേ എന്നുള്ള ശ്രദ്ധയും സജീവമായി കൊണ്ട് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഈദ് മുസല്ലയിലെ നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ബലികർമ്മങ്ങളിൽ പങ്കുചേരുവാനും കുടുംബ സന്ദർശനങ്ങൾക്കും സൗഹൃദങ്ങൾ പങ്കുവെക്കലുമെല്ലാം പെരുന്നാളിൽ വലിയ വലിയ പുണ്യങ്ങൾ നമുക്ക് നേടിത്തരുന്ന വലിയ വലിയ നന്മകളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഹജ്ജുമായും ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഓരോ കർമ്മങ്ങളും മഹാനായ ആദർശ പിതാവ് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൻ്റെ ത്യാഗങ്ങളും അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളും കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഏതു സന്ദർഭങ്ങളിലും അതികഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുകയും അതിൽ ഒന്നിൽ പോലും കാലിടറാതെ അതിജയിക്കുകയും ചെയ്ത ത്യാഗത്തിൻ്റെ ചരിത്രമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ നമുക്ക് നൽകുന്നത്. ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്കിടയിൽ ആദർശ പിതാവെന്ന വിശേഷണത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയതും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഈ ആദർശത്തിനും അതിൻ്റെ പ്രബോധനത്തിനുമൊക്കെ വേണ്ടി അദ്ദേഹം ജീവിതം മാറ്റിവെച്ചു എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശ നിഷ്ഠയോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെയൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ ആഘോഷങ്ങളെയും മാറ്റിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.